എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അയ്യർ ഇൻ അറേബ്യ ഇതൊരു പുതിയ ജോണറൊന്നുമല്ല കേട്ടോ. ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ സിനിമ പ്രാവർത്തികമായത് അല്ലെങ്കിൽ സംഭവിച്ചത് എൻ്റെ പ്രിയങ്കരനായ പ്രൊഡ്യൂസർ ശ്രീ വിഘ്നേഷ് വിജയകുമാർ ഉള്ളത് കൊണ്ടാണ്. സോ പ്ലീസ് ഗീവ് മി എ ബിഗ് അപ്ലോസ്. വിഘ്നേഷ് വെൽടൈം പ്രൊഡക്ഷൻസിൻ്റെ ഇപ്പോൾ വെൽടൈം സിനിമാസിൻ്റെ പേരിൽ കൂടുതൽ നല്ല സിനിമകൾ എടുക്കാൻ വേണ്ടി വന്ന കലാഹൃദയമായ ഹൃദയമുള്ളൊരു നിർമ്മാതാവാണ്. സ്വാഭാവികമായിട്ടും അയ്യർ ഇൻ അറേബ്യ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാളെ ഇതുവരെ ചെയ്തിരിക്കുന്ന എൻ്റെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഹ്യൂമറസായി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അയ്യറിനേക്കാളും എൻ്റെ മുന്നിൽ ആദ്യം വന്നത് അതിലെ ജാൻസി റാണിയാണ്. എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് തീരെ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന മലയാളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രി, എൻ്റെ ഒരു സഹോദരിയെപ്പോലെ എപ്പോഴും എൻ്റെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉർവശി ചേച്ചി. ആ ഉർവശി ചേച്ചി തന്നെയാണ് ഇന്ന് ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റും. മറ്റൊരു സിനിമയുടെ ചേച്ചിയുടെ തന്നെ ഹസ്ബൻഡ് പ്രിയങ്കരനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് പകുതിക്കിട്ടേച്ച് ഈ പടത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാം കാണാൻ വേണ്ടി വന്ന ഉർവശി ചേച്ചിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറഞ്ഞു. ഞാൻ ദുർഗയോടും അതോടൊപ്പം തന്നെ മറ്റു ചെറുപ്പക്കാരായ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയാറുണ്ട്, അഭിനയത്തിൻ്റെ പാഠപുസ്തകം നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉർവശി അഭിനയിച്ച സിനിമകൾ കണ്ടാൽ മതി. അത് തന്നെയല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഞാൻ എൻ്റെ മാത്രമായിട്ട് അഭിപ്രായം പറയുന്നതല്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, 1-2-3 സിനിമകളിൽ അദ്ദേഹത്തിന് ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് ഞാൻ അവരെ എടുത്ത് കാണിക്കാറുണ്ട്. ഞാൻ ദുർഗയെടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടു നോക്കൂ, എങ്ങനെ സറ്റിലായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ കാണിച്ചതെന്നൊരു അനുഗ്രഹീത നടിയാണ് ഉർവശി ചേച്ചി. ഇന്ന് ഈ തിരക്കുകളിടയിൽ വന്നതിന് ഞാൻ എൻ്റെ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും, എൻ്റെ നിർമ്മാതാവ്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എൻ്റെ പ്രിയങ്കരനായ ശിവജി അണ്ണൻ ഉൾപ്പെടെ ഈ സിനിമയിൽ എന്തുകൊണ്ട് തിരുവനന്തപുരമേ എന്ന് പറഞ്ഞാൽ ഈ നഗരത്തോട്, ഈ പത്മനാഭൻ്റെ മണ്ണിനോട്, ഈ അനന്തപുരിയോട് അഭേദ്യമായ ഒരു സ്നേഹം എനിക്കുണ്ട്. അത്രമേൽ ഇഷ്ടമാണ് ഈ നഗരത്തിനോട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഐക്കോൺസൊക്കെ വെച്ചിട്ടുകൊണ്ട് തിരുവനന്തപുരമേ എന്നൊരു പാട്ട് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അതുപോലൊരു പാട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ നിർമ്മാതാവ് വിഘ്നേഷ് വിജയകുമാറും, അദ്ദേഹം വലിയൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. ഗുരുവായൂരപ്പൻ്റെ താറ് വാങ്ങിയ ആളാണ് ശ്രീ വിഘ്നേഷ് വിജയകുമാർ. അദ്ദേഹം പറഞ്ഞു, അനന്തപത്മനാഭൻ്റെ നാട്ടിൽ ഈ പാട്ട് നമുക്ക് വെക്കാം, സിനിമയിൽ വെക്കാം. ഏറ്റവും മനോഹരമായ രീതിയിൽ ആനന്ദ് മധുസൂദനൻ മ്യൂസിക് ഡയറക്ടർ അത് ചിട്ടപ്പെടുത്തി. റഫീഖ് അഹമ്മദാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. 2 പുതിയ ഗായികമാരെ, കാർത്തിക നായർ ആൻഡ് ഭീമ ബഷീർ ഈ പാട്ടിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മിഥുൻ ജയരാജും കൂടെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷ ഹരിദാസിൻ്റെ ഒരു സാന്നിധ്യം ഈ പാട്ടിലുണ്ട്. നല്ലൊരു ഗായികയാണ് തീർച്ചയായിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ സിനിമയിലും എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന താരങ്ങളാണ് ഈ സിനിമയിലെല്ലാവരും. താരങ്ങളും ടെക്നീഷ്യൻസും. ഉമാ നായരുടെ പേര് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രമേൽ ഈ പടത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്വന്തം ഫ്രണ്ടാണ് ഉമാ നായർ. ഉമാ നായർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഡയാന, ഫോൺ എടുക്കത്തില്ലെങ്കിലും ഡയാന, പിന്നെ ദുർഗ കൃഷ്ണ എന്ന് പറയുന്നത് എപ്പോഴോ നമ്മുടെ കൂടെ വന്ന് ഈ ടീമിൽ വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. വളരെ മനോഹരമായി ഇതിനകത്ത് സെഹ്റ എന്നുള്ള കഥാപാത്രം ചെയ്തിരിക്കുന്നു. അലൻസിയർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടനാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ ഒരു അനുജനോ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു, വേണമെങ്കിലല്ല ആള് പറയാവുന്ന എൻ്റെ പ്രിയങ്കരനായ ഷൈൻ ചാക്കയുണ്ട്. എൻ്റെ അടുത്ത പടത്തിലെ നായകൻ ഷൈൻ ചാക്കയാണ്. ഷൈൻ ചാക്കയുടെ മമ്മി ഇവിടെ വന്നിട്ടുണ്ട്. ബിന്ദു പ്രദീപ് ഇത് ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമ വിളിക്കുന്നു. ജയകുമാർ അണ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തട്ടിയും മുട്ടിയും എന്നുള്ള ഇതിലൂടെ വന്ന ആളാണ് ജയകുമാർ അണ്ണൻ. ജയകുമാർ അണ്ണനോടുണ്ട്. നിങ്ങളുണ്ടല്ലോ, നിങ്ങളില്ലാതെ എന്തൊരു ആഘോഷം. തീർച്ചയായിട്ടും ഈ ഇത്രയും നേരം ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല. എന്നേക്കാളും കൂടുതൽ സംസാരിക്കാൻ നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ കേൾക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ എങ്കിലും സജ്ന നജാം എന്ന കോറിയോഗ്രാഫർ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വന്തം കൊറിയോഗ്രാഫറാണ്.
ഏറ്റവും മനോഹരമായി ചുവടുവെച്ചു. ഒരുപാട് പേര് അതിനകത്ത് നൃത്തം ചെയ്തിരുന്നു. നമ്മളെ വിളിച്ചില്ല എന്ന് പറഞ്ഞത് വേറെ സോങ്ങാണല്ലോ. എങ്കിലും വളരെ സന്തോഷം. ഉർവശി ചേച്ചിക്ക് തിരിച്ചു പോകേണ്ട കാര്യമുണ്ട്. കാരണം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം വന്നതാണ്. ഒരുപാട് നേരം ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണം. ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, സുധീഷായാലും അരവിന്ദ് ശശിയാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, എൻ്റെ കൂടെ പഠിച്ച മാത്യു ഉൾപ്പെടെയുള്ള, പ്രദീപ് ഉൾപ്പെടെ, ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ അഡ്വക്കേറ്റ് ഷാഫി, നിയാസ്, എല്ലാവരും, KC സതീഷ്, എല്ലാവരും. എനിക്ക് ഒരു സാബു ഇതിനകത്ത് നന്നായിട്ട് നൃത്തം വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് എവരി വൺ. തിരുവനന്തപുരം അല്ലെങ്കിൽ പത്മനാഭൻ്റെ ഈ ഒരു മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു ഗാനം ഈ പടത്തിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പക്ഷേ ഞാനൊരു വലിയ ശ്രീകൃഷ്ണ ഭക്തനാണ് അല്ലെങ്കിൽ ഗുരുവായൂർ ഭക്തനാണ്. അതേ ഗുരുവായൂർ ഭക്തിയോടുകൂടി തന്നെ പത്മനാഭൻ്റെ മണ്ണിലും ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു പ്രൊമോഷൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളായ ലുലുവിൽ ഇത്രയധികം ആൾക്കാർക്ക് മുന്നിൽ സ്പെസിഫിക്കലി ഡയറക്ടർ പറയുണ്ടായി, ഇതിൻ്റെ എല്ലാ സ്റ്റാർ കാസ്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഉർവശി ചേച്ചിയും അതേ പറഞ്ഞ പോലെ തന്നെ മുകേഷ് ഏട്ടനും ആണ്. കാരണം ഞാനൊക്കെ ചെറിയ കാലങ്ങളിൽ പടങ്ങൾ കണ്ടിരുന്ന സമയത്ത് 1970കളിലും 80കളിലുമുള്ള ഈ പുതിയ ജനറേഷനിലേക്ക് എത്തി. ഞാൻ പറയുന്ന പഴയ ജനറേഷനാണ്. ഓക്കെ, ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ എല്ലാം ഹരമായിരുന്ന, ഇന്നത്തെ ഹരം ഷൈൻ ടോം ചാക്കോണ്, അതിപ്പോൾ ആരുടെതും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കാലത്ത് പ്രായമുള്ളവരുടെ കേസാണ്. ഞങ്ങളെ എല്ലാവരും ഹരം കൊള്ളിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളും, അത് ഓർത്തെടുത്ത് പറയാൻ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഉർവശി ചേച്ചിയുടെ തന്നെയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഈ നാട്ടിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിൽ അതന്നെയാണ് ഏറ്റവും വലിയ ഭാഗം. ഇനി അതിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് വന്ന് ഇന്നത്തെ യങ് ജനറേഷൻ്റെ ഏറ്റവും വലിയ ഹരം. പക്ഷെ അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഷൈൻ ടോം ചാക്കോനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്. എല്ലാവർക്കും ഒരു ഹരമാണ്. പക്ഷേ ഞാൻ ഷൈനിൽ കണ്ട കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ആ കുറച്ച് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ക്വാളിറ്റിയിൽ കുറച്ചുള്ള ക്വാളിറ്റി എന്ന് പറയാം, കേക്കടാ. അതിലത്തെ ഒരു ക്വാളിറ്റി ഇന്ന് ഇവിടെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഞാനും ഡയറക്ടറിൻ്റെ അടുത്ത്, നിഷാദിൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി ആരൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം പ്രൊമോഷന് വരാൻ ഉള്ളത്. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും കൺഫേം ചെയ്യുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ രാവിലെ 3 മണിക്ക് ലാൻഡ് ചെയ്ത് ഞാൻ ഇവിടെ ഹോട്ടലിൽ എത്തിയ സമയത്ത് ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എടോ ഷൈൻ വന്നിടൂ. ആ ഒരു പറച്ചിൽ സത്യത്തിലാണ്. ഇദ്ദേഹം നിൻ്റെ ഏട്ടനാണെന്ന് പറയുന്നത് വെറുതെ അല്ല. അതെ, കാരണം വൈകുന്നേരം എത്തുമോ എത്തില്ലേ, മഴ പെയ്യില്ലേ എന്നൊക്കെ അറിയാൻ പറ്റാത്തതാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ വളരെയധികം അപ്രീസിയേഷൻ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ സെറ്റിലാണെങ്കിൽ കൂടിയും ആ ഒരു ക്വാളിറ്റി എടുത്തു കാണിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ആക്ടിങ് മികവ് ഇന്ന് ഷൈൻ്റെ കയ്യിലുണ്ട്. ദാറ്റ്സ് എ റിയലി ഇറ്റ്സ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഷൈൻ ആക്ച്വലി. ഇനി എൻ്റെ ആദ്യ പടമാണ്. വെൽത്തായ് ഗ്രൂപ്പിൻ്റെ അടിയിൽ പുതിയൊരു സംരംഭം എന്നുള്ള നിലയിലാണ് വെൽത്തായ് സിനിമാസ് അല്ലെങ്കിൽ വെൽത്തായ് പ്രൊഡക്ഷൻസ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യ ചുവടുകൾ മൂവിയിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് വെച്ച എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ് നിഷാദ് ഭായ്. വളരെ കോൺട്രവേഴ്ഷ്യലാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിൽ കൂടി ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം വളരെ ഒരു ആത്മീയ ബന്ധം ഉള്ളതാണ്. ഒരു ചെറിയ കഷ്ണം കേക്കിൽ നിന്നാണ് ഇദ്ദേഹം എന്നെ മയക്കിയെടുത്ത് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷനിൽ പോയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ പടത്തിൻ്റെ പ്രൊമോഷൻ ഇതേപോലെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവും എന്നുള്ളത്. ആ കേക്ക് എനിക്ക് തോന്നുന്നത് സീസേഴ്സ് എന്നൊക്കെ വാങ്ങിയിട്ടുള്ള കേക്കാണ്. അത് ഞാനും ചോദിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഷൈനെ. ഓക്കെ, പക്ഷെ ഇത്ര വിലപിടിപ്പുള്ള കേക്കായി മാറുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. എനിവേ, എന്തായാലും ഈ ഒരു പടം നല്ലൊരു ഫാമിലി മൂവിയാണ്. ഞാൻ ഈ പടം കാണാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പലപ്പോഴും എല്ലാവരും പോകുന്നത് ഒരു യങ്സ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവീസാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കംപ്ലീറ്റ്ലി ഫാമിലി പ്ലസ് എൻ്റർടൈനിങ് മൂവിയാണ് അയ്യർ ഇൻ അറേബ്യ.
നമ്മുടെ ട്യൂമൻ്റെ ഡയറക്ടറും ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ആ പടത്തിൻ്റെ പ്രൊമോഷനിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചാടിയത്. ഉർവശി വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വഴുകിപ്പോയി. അല്ല, പടം വളരെ അദ്ദേഹം പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ ഒരു ഫാമിലിയോട് കൂടിയിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്ന പല മൂവികളുണ്ടായിരുന്നു പണ്ട്. അതൊരു സത്യം പറഞ്ഞ ഒരു ആഘോഷം തന്നെയായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഓണക്കാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് സിനിമാ തിയേറ്ററിൽ പോയി ആസ്വദിച്ച് കാണുന്ന പല മൂവീസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മൂവീസ് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, യങ്സ്റ്റേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഓറിയൻറ്റഡ് ആയിട്ടോ ആണ് എല്ലാവരും എടുക്കുന്നത്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഇദ്ദേഹത്തിൻ്റെ ഒരു കലയോടുള്ള ആ ഒരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഈ മൂവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. സ്പെസിഫിക്കലി ഞാനൊരു ഒറ്റ മകനാണ്. ഈ പടത്തിലും ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഒറ്റ മകൻ്റെ കഥാപാത്രമാണ്. ഒരു അമ്മ, ഉർവശിയുടെയൊക്കെ ആ അഭിനയത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ നേരിട്ട് ആ സ്ക്രീനിൽ കണ്ട പോലെ എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ പുതിയ ജനറേഷനിൽ ഈ പടം കണ്ട് ആ സ്നേഹത്തിൻ്റെയും ആ ബഹുമാനത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഫാമിലി വാല്യൂസ് നമുക്ക് ഇന്നും നിലനിർത്തണം. ഇന്നത്തെ പല തലമുറയ്ക്കും ചിലപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല, ഇന്നത്തെ പുതിയ തലമുറകളുടെ ആ ഒരു കൺസെപ്റ്റോ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ ഒരു പഴയ കാലത്തിൻ്റെ വാല്യൂസ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പടമാണ്. എനിവേ, ഇതിലുള്ള എല്ലാവരും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്പെസിഫിക്കലി ഈ ഒരു ഫസ്റ്റ് സോങ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓരോരോ സ്ഥലങ്ങൾ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്ഡ് പുതിയതായിട്ട് പാടിയിട്ടുള്ള അവർ വളരെ നല്ല രീതിയിൽ ഈ പാട്ടിനെ പാടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരംകാരൊക്കെയുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ അടിപൊളി സമ്മാനമാണ്. ദാറ്റ് യു വിൽ സീ ഇറ്റ് വെരി സൂൺ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു ഞാൻ ലുലുവിലൊരു ഫംഗ്ഷനായിട്ട് വരുന്നത്. കഴിഞ്ഞ് നമ്മുടെ എൻ്റെ അനിയൻ്റെ ഷൂട്ടിങ്ങിന് നടക്കുമ്പോൾ തന്നെ, ഈ പടം നടക്കുമ്പോൾ ശ്രീ ജഗതി ശ്രീകുമാറുമൊത്ത് ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു. അപ്പം ഞാൻ മുമ്പൊക്കെ പടം ചെയ്യുന്ന കാലത്ത് ആദ്യം പൂജ ഇടും, എന്നിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ ഷൂട്ട് തുടങ്ങും വേറൊരു ഭാഗത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു. അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ. എന്തായാലും ശബ്ദം അടച്ചതാട്ടോ. മദ്രാസിൽ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായില്ല. ഇനി മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. എപ്പോൾ ശരിയാവുമെന്ന് അറിയത്തില്ല. ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇനി കുറച്ച് പടകളും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പം മമ്മൂക്ക പിന്നെ വേറെ നമ്മുടെ ഞാൻ അലൻസിയെ വിളിക്കുന്ന പെരേര എന്നാണ്. അതെ, ബിജു മേനോൻ അവർക്കൊക്കെ ഡബ് ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷ. എന്തായാലും അധികം ദീർഘിപ്പിക്കണം. ഒപ്പടാ അവിടെ നിഷാദ് എൻ്റെ വരാൻ പറഞ്ഞ എനിക്കൊരു ബലത്തിന്, നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് നീ ചാടും. നിഷാദ് എൻ്റെ സ്വന്തം ഒരു സഹോദരനെ പോലെയാണ്. കാരണം എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് ഈ സിബ്ലിങ്സ് അല്ല, നീ എൻ്റെ വേറെ സിബ്ലിങ്സ്. ഇങ്ങനെ ചുമ്മാ ഇരിക്കട്ടെ, അത് പറഞ്ഞു തീർക്കട്ടടാ. അപ്പോൾ നിഷാദിൻ്റെ പടത്തിൽ ഇതിന് മുമ്പും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭയാണ് ഇദ്ദേഹം. ഇപ്പോൾ കേക്കിൻ്റെ കാര്യം വിക്കി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് തരും, നമ്മൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ട പോലെ നടക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് ചോദിക്കും. വിക്കി പറഞ്ഞു മോനെ നോക്കിയും കണ്ടിയും നടക്കണമെന്ന്. പക്ഷെ ഞാൻ ആ സന്ദർഭം വേറെയായിരുന്നു കേട്ടോ. കാരണം സ്ത്രീജന്മങ്ങൾ സാധാരണ ഉള്ള ഒരു പടമായിരുന്നു. നോക്കിയപ്പോൾ എല്ലാവരെയും നടക്കും ഗുരുവായൂരപ്പ ഭക്തനായ കൃഷ്ണൻ കൊണ്ടവിടെ. അപ്പം ഞാൻ പറഞ്ഞു മോനെ നോക്കിയും കണ്ടും നടക്കണേ. അതാണ് അതിൻ്റെ വാസ്തവം. അല്ലാതെ നിഷാദ് പടം എടുത്ത് പൊട്ടിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് തന്നെ ഇരിക്കും. ഫിനിക്സ് പോലെയാണ്, ഫിനിക്സിനെ പോലെ സത്യം. കാരണം പല തളർന്ന് നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിലെ ചിലർക്കെങ്കിലും എം എ നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ദേവിയതത് മറക്കുക. കാരണം നിഷാദ് മനസ്സിൽ തോന്നിയതിന് പെട്ടെന്ന് പടപെടാമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ
സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ്. അപ്പം മറക്കണം, പൊറുക്കണം, ഇത് കലാരംഗമാണ്. നമ്മളൊരു പാതയിൽ കൂടെ നടക്കും, നമ്മുടെ ഒപ്പം ചിലർ സഞ്ചരിക്കും, പകുതിയിൽ അവർ മാറും, പുതിയ ആൾക്കാർ വരും. ഇങ്ങനെയല്ലടാ ചെറുക്ക, ഞാൻ ഈ പയ്യനെക്കുറിച്ച്, ഈ ചെറുക്കനെക്കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം പ്രായം എത്രയാണെന്ന് ചോദിക്കുന്നില്ല, പക്ഷേ പക്വത വന്നിട്ടില്ല. അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തെ മമ്മിയുണ്ടോ? മാമിയോ കേൾക്കണം കേട്ടോ. ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിനൊരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക മുകേഷ് ചേട്ടൻ്റെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. എല്ലാവരും ദുബായാണ്, മറ്റൊരു വ്യക്തിയുടെ വീടാണ്. അപ്പം നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കണമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കൻ മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു. ഡയറക്ടർ അവിടെ പൊസിഷൻ ഒന്നും കൊടുത്തില്ല. എല്ലാവരും മര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കുരങ്ങൂട്ടി കയറി ഇരിക്കുന്ന പോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവനിലോട്ടാണ്. ഇവൻ അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ട് വീഴുവോ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കും. മോനെ ഇത്തിരി കഴിക്കുന്നുണ്ടാന്ന് പറയും. ചട്ടിയോടെ ഇവൻ എടുത്തുകൊണ്ട് പോകും. അപ്പം എൻ്റെ ഒരു പെറ്റായിരുന്നു. ഞാൻ പറഞ്ഞാൽ അവൻ കഴിക്കും. ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടിങ്ങനെ നടക്കും ചാടിച്ചാടി. അപ്പോൾ എനിക്ക് ഒത്തിരി സെൻറ്റിമെൻറ്റ്സാണ് ഇവനോട്. അവസാനം ധ്യാനം മുകേഷായിട്ടൊക്കെ കളിയാക്കും. ഉർവശി ഷൈനെ വളർത്താൻ കൊണ്ടുപോകാൻ പോവാം മദ്രാസിൽ. കാരണം എൻ്റെ മോനും ഇതിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല ചേഷ്ടകളൊക്കെ കാണുമ്പോഴേ. അവൻ കുറച്ചുകൂടെ, അവന് 9 വയസ്സായി, അവൻ കുറച്ചുകൂടെ അച്ചടക്കമുണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരു ചെറിയ അച്ചടക്കം അവനുണ്ട്. ഇത് കുറച്ച് അല്ല വൈറ്റ് ക്ലബിൽ വന്നവന്. എന്തായാലും എനിക്ക് അവിടെ ചെന്നെത്തേണ്ട കേട്ടോ, കൊട്ടാരക്കര ചെന്നെത്തേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളവരാ എല്ലാവരും ഇരിക്കുന്ന, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരുമായിട്ടും കുറേ നാളിന് ശേഷം സന്തോഷമായിട്ടൊരു പടം വർക്ക് ചെയ്തു. പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം, തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് വിക്കി. അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. ഒരുപാട് പേര് സിനിമയിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ. ധാരാളം പേര് പുതുമുഖങ്ങൾ വരട്ടെ. അപ്പോൾ നിഷാദിന് ഇപ്പോൾ എങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തോ അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരുപാട് പേര്, അവരൊക്കെ വിക്കിയുടെ പ്രൊഡക്ഷനിലേക്ക് വരട്ടെ. പുതിയ സിനിമകളുടെ പ്ലാനിങ്ങിലാണ്. എല്ലാം കൊണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. കഴിഞ്ഞൊരു പടത്തോടു കൂടി ഞാൻ ഈ റിക്വസ്റ്റിംഗ് വിട്ടു. നല്ല പടമാണേ കാണാൻ വരണേ, നല്ല പടമാണ്. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. കാരണം ബുദ്ധി ഉണ്ടാക്കാം, നമുക്ക് ഉർവശിയുടെ സിനിമയോട് കുറച്ച് ബുദ്ധി ഉണ്ടാക്കാം വരൂ എന്നും പറഞ്ഞ് ആരും ഒരു തിയേറ്ററിൽ പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ സമയം പോകാനാണ് വരുന്നത്. സമയം നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും കാണുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് പറയുക. ഇഷ്ടപ്പെട്ടാൽ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് സമയപരിമിതി ഉള്ള കാരണം നമുക്ക് നേരെ പാട്ട് ലോഞ്ച് ചെയ്യാം. ഇവിടെ നിന്നാൽ മതി. ഞാൻ ചേച്ചിക്ക് സമയപരിധി ഉള്ള കാരണം എല്ലാ ആർട്ടിസ്റ്റിനെയും ദുർഗ, മേ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അയ്യർ ഇൻ ദുബായ് സിനിമയിലെ അയ്യർ കണ്ട ദുബായ്, അയ്യർ ഇൻ ദുബായ് അതെല്ലാം മാറിയിട്ടിപ്പം അയ്യർ ഇൻ അറേബ്യ എന്നാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാക്കാൽ ഔപചാരികമായിട്ട് റിലീസ് ചെയ്യുന്നു. ബാക്കി നിങ്ങൾ കാണുക. ഞാൻ പിന്നെ നിങ്ങളോടൊപ്പം സ്ക്രീനിൽ കാണും. താങ്ക് യു സോ മച്ച്. ഷൈനിൻ്റെ ഈ ഒരു ഡാൻസ് സ്റ്റെപ്പിനെ നിങ്ങൾ കളിച്ചു തോൽപ്പിക്കുകയാണെങ്കിൽ 3 പേർക്ക് സമ്മാനം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആദ്യ സമ്മാനം 30,000 രൂപ. നിങ്ങളുടെ ഏത് ടീമും റീൽസോ എന്താണെങ്കിലും ഇന്നിവിടെ കളിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് 30,000 ഫ്രം വെൽത്തായ് പ്രൊഡക്ഷൻസ്. എഗെയിൻ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വിജയിക്കണം എന്നാണ്. ഇപ്പോൾ ഷൈൻ പറഞ്ഞ എല്ലാവരും അടിപൊളി ഡാൻസേഴ്സാണ്, കഥക്കൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മൂപ്പരേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡായിട്ട് വരുന്ന ഒരു ടീമിന് ഒരു 25,000 റുപ്പീസ് ആൻഡ് വൺ മോർ ടീം, ദ മോസ്റ്റ് 3 കോമ്പീറ്റിംഗ് ടീം തേർഡിനായിട്ട് ഒരു 15,000 ഫ്രം 16 എൻ്റെ നമ്പർ ആയതുകൊണ്ട് 16 വേണമെന്ന് പ്രത്യേകിച്ച് ഡയറക്ടറും പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഈ സ്റ്റെപ്പ് ആൾ വന്നു, കോമ്പറ്റീഷനിൽ ആൾ ഇപ്പം തന്നെ കയറി വന്നു, പൈസ എന്ന് കേട്ട ആൾക്കാർക്ക് ഇപ്പോൾ അതാണ്. 30,000 കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. ആ 30,000-ത്തിന് വേണ്ടി ഷൈൻ ടോം ജാക്കായിട്ട് മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല. ഷൈന് ഇതുവരെ ചോട് പഠിച്ചു തീർന്നിട്ടില്ല. ഞാൻ എത്രയോ ചോട് പഠിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് അറിയോ? ഷൈനെ കുറിച്ച് നേരത്തെ ഉർവശിച്ച് പറഞ്ഞൊരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നും പോകണം, എനിക്ക് ധൃതിയുണ്ട്. എന്താണ്? ഷൈൻ ടോമിനെ ഷാർജയിൽ നിന്ന് മിസ്സായി. മിസ്സായ ഷൂട്ടിൻ്റെ സമയത്ത് കാണാനില്ല.
പിന്നെ കാണുന്നത് ഞങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഷൈൻ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നു, റോഡ് ക്രോസ് ചെയ്യുന്നു. ഒരുപാട് ഫാസ്റ്റായിട്ട് വണ്ടികൾ പാഞ്ഞു പോകുന്ന മരുഭൂമിയാണ്. ആ സ്ഥലത്തുകൂടി ഷൈൻ ടോണിലൊക്കെ ഇങ്ങനെ നേരത്തെ ഇവിടെ നിന്ന് ചാടിക്കയറുന്ന പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആ വണ്ടിക്കാരൻ ചവിട്ടി. ഉർവശി ചേച്ചിയും പിന്നെ മുകേഷ് ഏട്ടനും അപ്പുറത്തൊരു ടെൻറ്റിനകത്ത് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക ഈ കാഴ്ച. ഞാനൊരു കാറിനകത്തിരിക്കുകയാണ്. ഷൈൻ വന്നിട്ട് കാറിൻ്റെ താക്കോൽ ആരോടൊന്നോ ഡ്രൈവറുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഉറങ്ങിയായിരുന്നു. എന്നോട് പറഞ്ഞു നമുക്കൊന്ന് റൈഡ് പോയിട്ട് വരാം മരുഭൂമിയിലൂടെ. അപ്പോൾ ഞാൻ പേടിച്ചുപോയി. പാസ്പോർട്ടുണ്ടോ ഈ ലൈസൻസ് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് ആ ഷെഡിലിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ആ കാറ് കാണാനില്ല, നായികയും കാണാനില്ല. അവർ വണ്ടിയുടെ അതിൻ്റെ അകത്തിരിക്കുന്നല്ലേ. ഞാൻ ഇറങ്ങിപ്പോയി, ഇവനും കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ എവിടെ പോയി നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ ഷെഡിൽ ചെന്ന് കയറിയപ്പോൾ മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചിയും കൂടി ഒന്ന് ചിരിക്കുക. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഇല്ല, ഉർവശി പറയാണ്, മുകേഷ് ഏട്ടൻ പറയാണ്, ഉർവശി പറയാണ് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ പറ്റുന്നതാണ്, നല്ല രസമായിരിക്കും. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ തിരിച്ചുള്ള കമൻറ്റാണ്, ഷൈനെ ദത്തെടുക്കുകയാണെങ്കിൽ അലൻസിയർ ഫ്രീ എന്ന്. കാരണം കുറച്ച് രാഷ്ട്രീയം കേൾക്കാവുന്നു. ഞാനിപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല. എനിക്ക് 50,000-ന് മുകളിലുള്ള ഡാൻസിനോട് താല്പര്യമുള്ളൂ, 30,000-ന് താല്പര്യമില്ല. നമുക്ക് നോക്കാം. ഇപ്പോ പ്രൊഡ്യൂസർ സർ ചാലഞ്ച് 50,000 ആണ്. ജയിക്കുന്ന ആൾക്ക് അത് റീല് അതാരാ ജഡ്ജ്? അത് ആ അപ്പൊ ഇത് റിയൽ, അത് റീൽ നിങ്ങൾക്കുള്ളതാണ്. റിയൽ കോമ്പറ്റീഷൻ ഇപ്പൊ ഇവിടെ നടക്കാൻ പോവാണ്. ഞാൻ അങ്ങോട്ട് തരാം, എന്നെ വിജയിയായിട്ട് പ്രഖ്യാപിക്കണം. ഹലോ, അങ്ങനെയൊക്കെ അല്ലേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ടീം വേണമെങ്കിൽ ആക്കിക്കോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ടീം വേണമെങ്കിൽ ടീം ആക്കാം. ഒരാൾ വെച്ചോ. അല്ല, ഷൈൻ കളിക്കുന്നത് വേറെ ആർക്കും കളിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ശാസ്ത്രീയമായി പഠിച്ച ഒരാളല്ലേ ഉള്ളൂ ഇവിടെ. ശാസ്ത്രീയമായിട്ടല്ല, അശാസ്ത്രീയമായി. അത് ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു വർഷം എത്ര മൊബൈൽ വാങ്ങിക്കുന്നു അറിയാവോ? അത് വലിച്ചെറിയാനല്ലേ? അല്ല, ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് താഴെ പോകും. അത് കഴിഞ്ഞ് അടുത്ത ഫോൺ വാങ്ങിച്ച് ഇപ്പുറത്ത് പൊക്കിയിടും. അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ ആയത്. ഞാൻ മൊബൈൽ എങ്ങനെ വേണം, നിങ്ങൾക്ക് തോക്കില്ലാതെ വെടിവെക്ക് അറിയണം. അപ്പൊ റെഡിയാണോ? മ്യൂസിക്. അപ്പൊ നിങ്ങൾക്ക് ടീം വേണ്ടല്ലോ. എന്താ സ്റ്റെപ്പ്? ഈ പാട്ടിന് ഇടതുപക്ഷം വലതുപക്ഷം അത് വെച്ചില്ല. നിങ്ങളാണ് കോമ്പറ്റീറ്റേഴ്സ്, ഞങ്ങൾ വെറുതെ ടീം ചേരുന്നേ ഉള്ളൂ. എന്താണ് പരിപാടി? കോമ്പറ്റീഷൻ. ഏത് സ്റ്റെപ്പ്? ഈ പാട്ടിന്റെ കോറിയോഗ്രാഫി നിങ്ങൾ രണ്ടുപേരും ടേക്ക് ഓഫ് ഓൺ സ്റ്റേജ്. 50,000 രൂപയാണ് വിന്നറിന്. നമുക്ക് രണ്ട് ടീമായിട്ട് ഫോം ചെയ്താലോ? വാ. നിങ്ങൾ ഉണ്ടോ കോമ്പറ്റീഷൻ? ആരെങ്കിലും ഉണ്ടോ കോമ്പറ്റീഷൻ? ഏയ് വെറുതെ നിൽക്കണ്ട, ഡാൻസ് കളിച്ച് നോക്കാം. നിങ്ങളുടെ ടീമിനെ സെലക്ട് ചെയ്യാം. കുറെ പേരായാലും ഷൈന് ടീം സെലക്ഷൻ ഉണ്ടോ? ദുർഗയുണ്ട്. അല്ല പിന്നെ ഷൈന് ടീമായി. എന്റെ ടീമിൽ ആരെങ്കിലും അല്ല. അപ്പോ സർ മാറി ടീമാണ്. ആ ടീം ഈ ടീം, ആ ടീം ശരിയല്ല. എന്താണ് മനസ്സിലായില്ലേ? അപ്പൊ ടീമായോ? ഇനി കൂടുതൽ ടീംകാര് വരല്ലേ, ഇത്രേ പറ്റുള്ളൂ. സജനാജി എന്തുണ്ട്? ഇതൊരു ടീം. ഓക്കെ, can we arrange? ദുർഗ ഇപ്പൊ ദുർഗയും ഷൈനുമായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്.
കമോൺ കമോൺ. സജന പോരെ, സജന ഇല്ലാത്ത കളികളില്ലല്ലോ പണ്ട് തൊട്ടേ. പ്ലീസ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ സജന. ബിഗ് ബോസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കവർ അല്ലാതെ നിൽക്കും. അല്ല ജഡ്ജ് റെഡിയാണോ? അവിടെ Ready, 1, 2, 3.